അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഒരു വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വാഴപ്പിണ്ടിയും മുതിരയും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ വാഴപ്പിണ്ടിയിൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ നാരുകൾ കിട്ടും. അത് നമ്മൾ വിരലുമ്മൽ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ ഈ വാഴപ്പിണ്ടി കട്ട് ചെയ്യൽ. വാഴപ്പിണ്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ. നമ്മളെ അന്നനാളത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വാഴപ്പിണ്ടി കഴിച്ചാൽ അതിൻ്റെ നാരുകൊണ്ട് അതൊക്കെ പോകും എന്നാണ് പറയൽ കേട്ടോ. കണ്ടതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഈ വാഴപ്പിണ്ടി കൊണ്ട് തന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കും കേട്ടോ. ഈ നമ്മൾ ഉപ്പിലിട്ടത് അതേപോലെ എന്തൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നമ്മളിന്നിവിടെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മുതിര ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ കഴുകുന്നതിൻ്റെ മുമ്പ് തന്നെ മുതിര ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കഴുകി കഴിഞ്ഞാൽ പിന്നെ മുതിര ഒന്നും വറവാവില്ല. അതുകൊണ്ട് തന്നെ കഴുകുന്നതിൻ്റെ മുമ്പ് വറുത്തെടുക്കണേ. ഈ മുതിരല്ലേ നമ്മൾ മഴക്കാലത്ത് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഈ വേനലിൻ്റെ ചൂടും ഉണ്ടാവും, മുതിര കഴിച്ചതിൻ്റെ ഒരു എക്സ്ട്രാ ചൂടും കൂടെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ മുതിരയൊക്കെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കത് ഒരു കലത്തിലാക്കിയിട്ട് അതിക്ക് കുറച്ച് വെള്ളം കൂടിയും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കുക. കണ്ട ഈ മുതിരത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് മുതിരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ ഇത്. ഈ വാഴപ്പിണ്ടിയിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് മുതിരത്തെ വെള്ളം വറ്റിക്കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേറെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കുടുക്ക നിറയെ ഉണ്ടല്ലേ, പക്ഷെ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ, ഏകദേശം വേവായപ്പോത്തിൽ തന്നെ നമ്മളെ കലത്തിൻ്റെ പകുതിയായി. അപ്പോൾ നന്നായിട്ട് വെന്തപ്പോത്തിന് കലത്തിലൊരു തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ ഉപ്പേരി. വാഴപ്പിണ്ടിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും വറവിടാം. അതിനും വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ, അല്ലാതെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുതേ. നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുക്കണ്ട. നമ്മൾ പച്ചമുളക് ഈ വാഴപ്പിണ്ടി ഇത് വെക്കുമ്പോൾ തന്നെ ഇടാത്തത് അതിൻ്റെ നല്ലൊരു എരിവും നല്ല ടേസ്റ്റും ഒന്നും ഇതിലേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിട്ടിരുന്നത്. കണ്ടത് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മുതിരയും വാഴപ്പിണ്ടിയും കൂടി വെച്ചിട്ടുള്ള ഉപ്പേരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പേരി ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെളിച്ചെണ്ണേൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എല്ലായിടത്തും ആവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇടും കേട്ടോ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.